നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ലഭിക്കേണ്ടവർ തീർച്ചയായിട്ടുമൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിൽ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നിന്ന് വാർഡ് മെമ്പറോ കൗൺസിലറോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നൊരാവശ്യം ചിലരോട് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധം തന്നെയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരോടും ഇത് സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ചുരുക്കം ചിലരോട് മാത്രമാണ് ഒരു വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പെൻഷൻ നമ്മളുടെ കൂടി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ മാത്രം ഈ രേഖ സമർപ്പിച്ചാൽ മതി. ഇനി സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഇപ്പോൾ അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല. മസ്റ്ററിങ് മാത്രമായിരുന്നു പൂർത്തീകരിക്കാനായിട്ട് സർക്കാർ പറഞ്ഞിരുന്നത്. അതിൻ്റെ തീയതികൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മസ്റ്ററിങ് ചെയ്തവർക്കെല്ലാമായിരിക്കും ഇനി മുതൽ പെൻഷൻ തുടർന്ന് അങ്ങോട്ട് ലഭിക്കുകയും. ഇനി മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ച സമയത്തും ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ സാധിക്കാതെ പോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടെ ചെയ്യുന്നതിനുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. മസ്റ്ററിങ്ങിൻ്റെ സൈറ്റ് എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതി വരെ ഓപ്പൺ ആയിരിക്കുമെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 20-ാം തീയതിയുടെ ക്ലോസ് ആവും. അതിനു മുൻപ് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 ആഴ്ചകളിൽ പോയി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭവന സമുന്നതി എന്ന് പറയുന്ന പെര മെയിൻ്റനൻസിന് വേണ്ടി, വീട് മെയിൻ്റനൻസിന് വേണ്ടി ഏറ്റവും വലിയൊരു ധനസഹായമാണ് ജനറൽ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഭവന സമുന്നതി പദ്ധതിയിൽ 2 ലക്ഷം രൂപയാണ് പെര മെയിൻ്റനൻസിന് വേണ്ടി അനുവദിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 15-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വിവിധ രേഖകൾ ഉള്ളടക്കം ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാലിൽ തിരുവനന്തപുരത്തേക്കുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ മേൽവിലാസത്തിൽ ഈ രേഖകൾ എത്തിക്കേണ്ടതാണ്. ആ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിരവധി തവണ ഇത് സംബന്ധിച്ച് വീഡിയോകൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബ വാർഷിക വരുമാനമൊക്കെ കുറവുള്ള 4 ലക്ഷം രൂപയിൽ താഴെയുള്ള BPL AY റേഷൻ കാർഡിൽ ഉൾപ്പെട്ടതായിരിക്കണം. അങ്ങനെയുള്ളവരുടെ വീട് അത് പുതുക്കി നിർമ്മിക്കുന്നതിന് വേണ്ടി, അതായത് ഒന്നേന്ന് പടുത്തുയർത്തുകയല്ല, അതായത് പുതിയ പെര പണിയുകയല്ല, നിലവിലുള്ള പാർപ്പിടം തന്നെ അതിലായിരിക്കണം നമ്മൾ താമസിക്കുന്നത്. ആ പാർപ്പിടം തന്നെ മെയിൻ്റനൻസ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി വേണ്ട അറ്റകുറ്റപ്പണികളെല്ലാം വരുത്തി വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് സർക്കാർ അനുവദിക്കുന്നത്. 1 ലക്ഷം രൂപ വീതം 2 ഗഡുക്കളായിട്ട് അങ്ങനെയാണ് 2 ലക്ഷം രൂപയുടെ വിതരണം നടക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അത് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പാണ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. നവംബർ മാസം 4-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു അവസരമാണ് ജനറൽ വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ്, അത് മാർക്കിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുൻഗണന നൽകിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീം കൂടിയാണിത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള വിവിധ രേഖകൾ, അതോടൊപ്പം തന്നെ അപേക്ഷാ രീതി, ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച്, അതായത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് മേടിക്കേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ വേണം. അപ്പോൾ ഇതിനെല്ലാം സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ 8-ാം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാം. അങ്ങനെയുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.